കാട്ടിലെ മൂപ്പൻ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് ഒരു മുരുകന്റെ പഴയ കഥ പറയുന്ന കഥാപാത്രം ഈ കഥാപാത്രം ആക്കിയത് പിന്നീടാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. പാവപ്പെട്ട വീട്ടിലെ അച്ഛനായിട്ട് എം.ആർ. ഗോപകുമാറും വരും, പണക്കാരൻ വീട്ടിലായിട്ട് ദിനേശ് പണിക്കരും വരും. ഞാനും പണക്കാര അച്ഛനായിട്ട് അതുകൊണ്ടല്ലേ ഇതൊക്കെ എടുത്തു. ഞാനും എന്റെ ഹസ്ബൻഡ് അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാ വഴക്കുണ്ടാക്കിയത്? അല്ല ഞാൻ ചോദിച്ചു സാറേ, ഈ ചേമ്പുള്ളി ഹൗസ് വൈഫ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കും പോലെ നിങ്ങൾ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഓട്ടോറിക്ഷക്കാരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് ഇതിന്റെ ടെലികാസ്റ്റ് സമയം നോക്കിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ട്രോൾ എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് വന്നു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആക്ടർ ഗോപകുമാർ സാറാണ്. നല്ല ഷർട്ട് ഭാഗമായിട്ട്. അപ്പോൾ ഇന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടി ഇട്ടിട്ട് വന്നതാണോ? അല്ലെങ്കിൽ ഞാൻ ഈ തിളക്കത്തിലാണ്. ഡ്രസ്സൊക്കെ എങ്ങനെയാ? ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ഫാഷൻ സെൻസ് ഒക്കെ നോക്കി ഇഷ്ടം എനിക്ക്. എങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഡ്രസ്സ് സാർ എടുക്കുക? ഇതിന്റെ ഈ പൂക്കളുള്ള പടങ്ങളുള്ള അങ്ങനത്തെ. ഞാൻ എന്റെ രൂപത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. നിറച്ച മുടിയും ഒക്കെ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഡ്രസ്സിൽ എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ല, അടിച്ചു പൊളിച്ച് പുതിയ അപ്ഡേറ്റഡ് ഫാഷൻ തന്നെ ഇടുമല്ലേ സാർ? എനിക്ക് സാറിനെ ഞാൻ ആദ്യമായിട്ട് ടി വിയിൽ കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് പരിചയം എന്ന് പറയുന്നത് വീട്ടിൽ ജ്വാലയായി സീരിയൽ കാണുമായിരുന്നു അമ്മയൊക്കെ. അപ്പൊ അപ്പോഴാ നമുക്ക് സാറിനെ കാണുന്നത് ആ സമയത്തായിരുന്നു. അപ്പൊ ഈ ജ്വാലയായി സീരിയൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 24 വർഷമായി. അതെ 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 അതെ. അത് കഴിഞ്ഞിട്ട് ജ്വാലയുടെ സെക്കൻഡ് പാർട്ടും ഒക്കെ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ആ സീരിയല് ശരിക്കും ഒരു ഭയങ്കര മൈൽ സ്റ്റോൺ അല്ലേ? ഭയങ്കര അതിന്റെ ഒരു കഥ എന്ന് പറയുന്ന ഒരു ഇതിഹാസം പോലത്തെ ഒരു കഥയാണ്. ഒരുപാട് കുടുംബങ്ങളുടെ, ഒരുപാട് മനുഷ്യരുടെ, 2-3 തലമുറകളുടെ കഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് അത്രയും ആൾക്കാർക്ക് രസിച്ചത്. അത് കാണാത്ത ആൾക്കാരില്ല. ശരി, ഓട്ടോറിക്ഷക്കാരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത് ഇതിന്റെ ടെലികാസ്റ്റ് സമയം നോക്കിയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഊണും കഴിച്ചിട്ട് ഇത് ടെലികാസ്റ്റ് കാണാമല്ലോ. അപ്പൊ അത്ര മാറ്റം വരുത്തിയ ആൾക്കാരുടെ ഒരു ആസ്വാദനത്തിന് ഒരു മാറ്റം വരുത്തിയ ഒരു സീരിയലാണ്. ദൂരദർശന്റെ ഉച്ചയ്ക്കുള്ള സ്ലോട്ട് ആർക്കും വേണ്ടാതെ കിടന്ന് വളരെ ചീപ്പായിട്ട് കിടന്ന ഒരു സ്ലോട്ടായിരുന്നു. അത് ഏറ്റവും വില കൂടിയ സ്ലോട്ടാക്കി മാറ്റി ഈ സീരിയൽ വന്നതിന് ശേഷം. ഈ സീരിയല് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പേര് കണ്ട സീരിയലല്ലേ. അപ്പൊ അത് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് സംസാരിക്കുകയും സ്നേഹം, അതായത് അവരുടെ ആ ഒരു സ്നേഹം നമ്മൾ അറിയുന്ന ഒരു സമയമല്ലേ അത്? അങ്ങനെ എന്തെങ്കിലും ഒരു മെമ്മറി പറയാനുണ്ടോ? ഞാൻ എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങിന് വന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ജ്വാലയായി സീരിയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷൂട്ടിന് ഇവിടെ സണ്ണി ജോസഫിന്റെ ഒരു വർക്കാണ്. സണ്ണി ജോസഫ് ക്യാമറാമാൻ ഡയറക്റ്റ് ചെയ്ത ഒരു വർക്കാണ്. ഞാൻ നെടുമുടി വേണുമൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വന്നപ്പോൾ എറണാകുളത്ത് വെച്ച് കുറേ സ്ത്രീകൾ അവിടെ അവർ ഓടി വന്നു, അടുത്ത് വന്നു. സാറേ ഞങ്ങൾ സീരിയൽ കണ്ടിട്ട് വരുക എന്നും. അപ്പോൾ ഞാൻ നന്നായി, സന്തോഷം. അല്ല ഞങ്ങളിന്ന് ഞാനിന്ന് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്തിനാ വഴക്കുണ്ടാക്കിയത്? അല്ല ഞാൻ ചോദിച്ചു സാറേ, ഈ ചേമ്പുള്ളി ഹൗസ് വൈഫ് സ്വന്തം ഭാര്യയെ സ്നേഹിക്കും പോലെ നിങ്ങൾ എന്നെ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത്രയ്ക്ക് അവര് കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു. ചെമ്പള്ളി ഹൗസേപ്പ് എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അത് ചെമ്പള്ളി ഹൗസേപ്പ് കത്രീനയെ സ്നേഹിക്കും പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നാണ് അവര് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് ആ സീരിയലും ജീവിതവും തമ്മിൽ വ്യത്യാസമില്ലാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ഉണ്ടാക്കിയെടുത്തത് ജ്വാലയായി എന്ന് പറഞ്ഞ സീരിയലാണ്. സാറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണല്ലോ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ സാർ അത് നമ്മൾ തിയേറ്ററിൽ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ സീരിയല്, ടെലിഫിലിംസ്, സിനിമ, ഇതൊക്കെ ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ഗവൺമെന്റ് ജോലിയും കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഒരു സേഫ് ഓപ്ഷൻ ആണല്ലോ. ഇഫ് ഏതെങ്കിലും ഒരു അവസരങ്ങൾ കുറഞ്ഞു പോയാലും നമുക്ക് ടാലി ചെയ്ത് പോകാനായിട്ട്. സാർ അങ്ങനെയായിരുന്നു അതിനെ കണ്ടിരുന്നത്? ഞാൻ 22ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി കിട്ടി. 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 38 വർഷം സർവീസ് ഉണ്ട്. അപ്പൊ അതിനിടയ്ക്കാണ് ഈ നാടകം, ടെലിവിഷൻ, സിനിമ, ഇത് മൂന്നും വന്നത്. അപ്പൊ ഇത് മൂന്നും സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. കാരണം ഞാൻ ഈ സീരിയലിലും സിനിമയിലും ഒക്കെ വന്നതിന് ശേഷം നല്ല തിരക്കായിരുന്നു. പലപ്പോഴും 3-4 മാസമൊക്കെ ഓഫീസിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. 3-4 മാസം കഴിഞ്ഞിട്ടാണ് പോയി 3-4 മാസം കഴിഞ്ഞിട്ട് വന്നാണ് ലീവ് പോലും എഴുതി കൊടുക്കുന്നത്. ലീവ് പോലും എഴുതി കൊടുക്കുന്നത് പിന്നീടാണ്.
അപ്പോൾ അതിനൊക്കെ എൻ്റെ ഓഫീസിലെ ഓഫീസർമാരും എൻ്റെ കൂടെയുള്ള കോ വർക്കേഴ്സും എന്നെ ഒരുപാട് എന്നെ സഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയത്. പല ഡിപ്പാർട്ട്മെൻറ്റിലും ആൾക്കാർക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ വേണമെങ്കിൽ റെസിഗ്നേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞത് വേണ്ട, യു ബി ഹിയർ, വി ആർ പ്രൗഡ് ദാറ്റ് യു ആർ ഹിയർ എന്ന്. അങ്ങനെ സാറിൻ്റെ ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമ തൊട്ട് ഇപ്പം മറ്റേ ഫേമസ് ഡയലോഗ് ആയിരുന്നല്ലോ സാറ് മരണമാസിൽ പറഞ്ഞത്, സാറിനെ തന്നെ ട്രോൾ ചെയ്യുന്നേ. എത്ര വർഷമായിട്ട് നിൽക്കുന്നു. അതെ, പുലിമുരുകനിലെ ഡയലോഗ് സാറിനെ തന്നെ ട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ ഡയലോഗ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരുന്നു? അത് സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് തന്നെയാണ്, പക്ഷെ അത്രയും വലിയ ക്യാരക്ടർ അല്ലായിരുന്നു ആദ്യം. അത് ഒരു കാട്ടിലെ മൂപ്പൻ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് ഈ മോഹൻലാലിനെ കുറിച്ചുള്ള പുലിമുരുകനെ കുറിച്ചുള്ള പുലിമുരുകന്റെ പഴയ കഥ പറയുന്ന കഥാപാത്രം ഈ കഥാപാത്രം ആക്കിയത് പിന്നീടാണ്. അങ്ങനെ ഈ കഥാപാത്രം വലുതായി. 2-3 ദിവസത്തെ വർക്കിന് പോയിട്ട് എനിക്കൊരു 13 ദിവസത്തെ വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് കഥാപാത്രം വരുന്നത്. പക്ഷെ നല്ല രസമായിട്ട് വന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ സിനിമയുടെ ഓപ്പണിംഗ് തന്നെ നമ്മളെ വെച്ചിട്ടാണ്. അതെ 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 അതെ. അതുപോലെ സാറിനെ കുറിച്ച് പറഞ്ഞ വേറൊരു ട്രോളാണ്, അതായത് പാവപ്പെട്ട വീട്ടിലെ അച്ഛനായിട്ട് MR ഗോപകുമാറും വരും, പണക്കാരൻ വീട്ടിലായിട്ട് ദിനേശ് പണിക്കരും വരും. സാറ് ട്രോൾസ് ഒക്കെ കാണാറുണ്ട്? ഇപ്പൊ സ്വല്പം മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനും പണക്കാരൻ അച്ഛനായിട്ട് അതുകൊണ്ടല്ലേ ഇതൊക്കെ ഇടുന്നത്. ഓക്കെ, സാർ ഇങ്ങനത്തെ ട്രോളൊക്കെ കാണാറുണ്ടോ സോഷ്യൽ മീഡിയയില്? ട്രോൾ എന്ന് പറയുന്നത് അത് പഴയ നമ്മളെ പണ്ട് ഇത് കാർട്ടൂൺ ആയിരുന്നു. ഈ കാർട്ടൂൺ എന്നുള്ളത് മാറി അതിന്റെ വിഷ്വൽ മീഡിയയിൽ വന്നപ്പോൾ അത് ട്രോൾ എന്നുള്ള ഇതിൽ വരുന്നു. ഇത് തന്നെ പണ്ട് കാർട്ടൂണിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും വലിയ ചെറിയ ഒരു എന്തെങ്കിലും എക്സാജറേഷൻ ഉള്ളതിന് വലിയ എക്സാജറേറ്റ് ചെയ്ത് വലുതായിട്ട് വരും. അതുപോലെയാണ് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുന്നതിനെ വലുതാക്കി ട്രോൾ ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രോൾ എനിക്ക് വലിയ അനുഗ്രഹമായിട്ട് വന്നു. എനിക്ക് ഒരുപാട് പോസിറ്റീവായിരുന്നു. സാറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കയും മാത്രമല്ല, അത് കഴിഞ്ഞു വരുന്ന ജനറേഷൻ, അതായത് DQ ബേസില് എല്ലാവരുടെയും കൂടെ സാറിന് അഭിനയിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ലാലേട്ടൻ, മമ്മൂക്ക, അത് കഴിഞ്ഞിട്ട് പിന്നെ DQന്റെ ഒക്കെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിച്ചിട്ടില്ല. DQന്റെ കൂടെ അഭിനയിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ അതായത് ആ ജനറേഷൻസിന്റെ കൂടെ നമുക്ക് ബേസിലിന്റെ കൂടെ മരണമാസത്തിനകത്തുണ്ടല്ലോ. അപ്പം ജനറേഷൻസിന്റെ കൂടെ നമുക്ക് ആ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടും. തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹമാണ്. നമ്മള് ഒരു കാലഹരണപ്പെട്ടു പോയ ഒരു നടനാവുന്നില്ല, എക്സ്പയർ ചെയ്ത ഒരു നടനാവുന്നില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതൊരു വലിയ കാര്യമാണ്, അനുഗ്രഹമാണ്. ഇപ്പൊ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ജനറേഷന്റെ കൂടെയും പറ്റി ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെയും ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്. സാർ അപ്പം അമ്മയിലും അംഗമാണ്, ആത്മയിലും ഉണ്ടല്ലോ സാറ്. അപ്പം അമ്മയും ആത്മയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ആത്മ കുറച്ചും കൂടെ ചാരിറ്റി കാര്യങ്ങളും ഒരുപാട് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇൻഷുറൻസിന്റെ കാര്യവും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആത്മ പുതിയതായിട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് വേണ്ടത്. കാരണം ഒരു സംഘടന വരുമ്പോഴേ ആ സംഘടനയ്ക്ക് പിന്നെ ഒരുപാട് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ഇതിന് ഒരാൾക്ക് വേണ്ടി പോയി വഴക്കുണ്ടാക്കാനും പറ്റില്ല. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അംഗങ്ങളുടെ വെൽഫെയർ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. അതിപ്പോൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഇൻഷുറൻസ് നമ്മൾ ഇതുവരെ ഇൻഷുറൻസ് ചെയ്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇൻഷുറൻസ് ആഡ് ചെയ്യുകയാണ്. അത് ഒരുപാട് പേർക്ക് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കുന്നത്. നമ്മൾ നടന്മാരെന്നൊക്കെ പറയുന്നത് പലരുടെയും, നടന്മാരായാലും അഭിനേത്രികളായാലും അവരുടെ വീടുകളിൽ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കൊരു മരുന്ന് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ള പൈസ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. വേറെ ഒന്നും വേണ്ട, ജീവൻ നിലനിർത്തണ്ടേ. മരുന്ന് കൊടുത്തല്ലേ പറ്റുള്ളൂ. അതിനുള്ള അത് ഇൻഷുറൻസ് ആദ്യം നടപ്പാകാണ്. ഗംഭീര പരിപാടിയാണ്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ അല്ലാതെ ഇത്രയും കാലമുള്ള ആത്മയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞാനിതിൻ്റെ ആത്മയുടെ തുടക്കം മുതൽ തന്നെയുണ്ട്. ആത്മയുടെ മുമ്പിൽ വേറൊരു ഫോമിൽ ആത്മ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് എല്ലാവരും ഇങ്ങോട്ട് തന്നെ വന്നത്. ആത്മ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് ആ തുടക്കം മുതലുള്ള ആളാണ് ഞാൻ. ഇതൊരു എത്രയോ കാലമായിട്ട് ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ഒരു സംഘടനയാണ്. കുഴപ്പങ്ങളോ പണക്കങ്ങളോ അങ്ങനെ ഒന്നുമില്ല, സ്മൂത്തായിട്ട് നടന്നു പോകുന്ന ഒരു സംഘടനയാണ്. ഇപ്പോൾ കൂടുതൽ ഈ വെൽഫെയർ ആക്ടിവിറ്റീസ് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ട്. പല 65 വയസ്സിൽ കൂടുതലുള്ള അംഗങ്ങൾക്ക് വർഷത്തിൽ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു വരികയാണ്. അതിനൊക്കെ ആവശ്യം എന്ന് പറയുന്നത് ഫണ്ട് വേണം. ഫണ്ട് ഒരു വലിയ പ്രശ്നമാണ്. അത് ഫണ്ടുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെയാണ് ആസൂത്രണം ചെയ്തു വരുന്നത്.
അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് സർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ നന്നായിരിക്കട്ടെ മേഡം, എല്ലാവരും നന്നായിരിക്കട്ടെ. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.